ഇന്റലിജൻസ് നമ്മുടെ ചെയ്താറിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് നല്ല ബ്ലാക്ക് കളർ കേട്ടോ, പ്രീമിയം സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഐറ്റം ആണ്. അപ്പോൾ ഇതിന്റെ തന്നെ ആ ഒരു കൂടിയ ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് കൂടി നമ്മുടെ കോട്ടൺ കോട്ട ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ ഇതൊക്കെ എപ്പോഴും വരാറുള്ള റെഗുലർ ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആട്ടോ. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നുന്നു 4300 റേഞ്ചിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഏകദേശം നമുക്ക് സിൽക്കി കോട്ടയിലോട്ട് വന്നപ്പോൾ റേറ്റ് കുറച്ചെടുത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷേ സാധാരണ സിൽക്കി കോട്ടയല്ല, റേറ്റ് കൂടിയ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം. പിന്നെ ഈ ഒരു വർക്ക് കൊടുത്തേക്കുന്നത് കൂടിൻ്റെ അകത്ത് കൊടുത്ത സെയിം വർക്ക് കേട്ടോ, നല്ല ഹാൻഡ് വർക്ക്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ പ്രൈസ് ഭയങ്കര റീസണബിൾ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു വീനെക്കിൽ കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസ് വെച്ച പോലെ അങ്ങനെ തയ്ച്ചെടുത്താൽ മതി. അതാട്ടോ എൻ്റെ ഒരു ഭംഗി. ഇതിങ്ങനെ യോക്കിൽ ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു എക്സ്ട്രാ ഇവിടെ ആയിട്ട് വരുന്നത് നമുക്ക് എത്ര ഡീപ്പ് വേണോ അതിന് ഉള്ളിലായിട്ടൊരു പീസ് വെച്ച് കൊടുത്താൽ മതി. സെയിം മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബോർഡേഴ്സിൽ ചെറിയൊരു ക്രോഷ്യ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ മെയിനായിട്ട് ബ്ലാക്കിൽ തന്നെ പിങ്ക്, ലാവൻഡർ, ആ ഒരു ഗ്രീൻ്റെ ഒക്കെ കോമ്പിനേഷനുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്തും ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. ദുപ്പട്ട നോർമലി വരുന്നത് റേറ്റ് ഒരുപാട് വരാത്ത രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് എംബ്രോയ്ഡറി അല്ല, സാധാരണ നമ്മുടെ മെഷീൻ വർക്ക്, എംബ്രോയ്ഡറി അല്ല, നോർമൽ ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഹാൻഡ് വർക്ക് തന്നെയാണ് നമുക്ക് ദുപ്പട്ടയ്ക്കകത്തും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. പക്ഷേ ഒത്തിരി പ്രൈസ് എന്ന് പറയാനും ഇല്ല. നമുക്ക് ആ 4000 ഒക്കെ കണ്ടിട്ട് നോക്കുമ്പോഴത്തേനും ഇത് ഹാഫ് പ്രൈസിലോട്ട് ഏകദേശം വരുന്നുണ്ട്. 2700 രൂപയുള്ളൂ. അപ്പം ഒരു പ്രീമിയം നമുക്കൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടാനാണ് എങ്കിൽ എന്തായാലും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് തന്നെ, അത് കോട്ടൺ മെറ്റീരിയലാട്ടോ കൊടുത്തേക്കുന്നത്. മറ്റേത് സിൽക്കി കോട്ടയുടെ കൂടിയ ഫാബ്രിക്, ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ്. അപ്പം ഇതിൻ്റെ നമ്പർ വരുന്നത് AC 100. അപ്പം ഇതിൻ്റെ റേറ്റ് 2100 2100. നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ്, ഇതിൽ 2 ഷെയ്ഡ്സ് ആട്ടോ. നോർമലി ഇങ്ങനത്തെ പാറ്റേണിലൊക്കെ ബ്ലാക്കും വൈറ്റും ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എപ്പോഴും നമ്മുടെ സ്റ്റോറിലൊക്കെ ആണെങ്കിലും ബ്ലാക്കും വൈറ്റും എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യും. കാരണം എപ്പോഴും ആവശ്യക്കാരുണ്ട് വൈറ്റിനും ബ്ലാക്കിനും. അപ്പം ഈ ഒരു ടൈപ്പ് ഡിസൈൻസ് ഒക്കെ കൂടുതലും വൈറ്റ് ബ്ലാക്കാണ് മെയിനായിട്ട് ചെയ്യുന്നത്. വേറെ കളേഴ്സ് ചെയ്യാനും ഭംഗിയാണ്, പക്ഷേ വൈറ്റും ബ്ലാക്കിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ ഇതിലും ഞാൻ പറഞ്ഞില്ലേ ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ. ഇതുണ്ടല്ലേ ത്രെഡിന് നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക്. ഓരോ ഫ്ലവേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ബുലിയൻ ഫ്ലവേഴ്സിൻ്റെ അത്രയും ഓരോന്നും ഡീറ്റെയിലിംഗ് കൊടുത്താൽ ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. സൈഡ് ബോർഡേഴ്സ് ക്രോഷ്യ ലേസും ഒക്കെ പോയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലാണെങ്കിലും ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ് കാണാൻ. ഇതുപോലെയാണ് ഫ്രണ്ട് വരുന്നത്. അപ്പോൾ ഇതിന് ഫുൾ നല്ല വലിപ്പമുള്ള മെറ്റീരിയൽ കേട്ടോ, നല്ല ലെങ്ത്തും ഉണ്ട്. ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വരുന്നത് കോട്ടൻ്റെ തന്നെ ഈ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡിൽ ചെയ്തേക്കുന്ന ആ ഒരു ബോട്ടമാണ്. നമ്പർ AC 168, റേറ്റ് 2100 മാത്രമേ ഉള്ളൂ. 2100.